ദില്ലി തിരഞ്ഞെടുപ്പ് ചൂടായി കഴിഞ്ഞു. അവിടെ രസകരമായ പല സംഗതികളും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് ദില്ലിയൊന്നും വേണ്ട, അവർ ഈ PV അൻവർ, ബോബി ചെമ്മണ്ണൂർ അവരുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. നടന്നോട്ടെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കേരളം വിട്ട് ഒരു ചിന്തയുമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും വല്ല പശുവിനെ കൊന്ന കേസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ അവർ ബഹളം തുടങ്ങുള്ളൂ. അതുകൊണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ാം തീയതിയാണ്. ഫെബ്രുവരി 8-ാം തീയതി വോട്ടെണ്ണി. അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിലെ മുഖ്യ കഥാപാത്രം. വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2 അരവിന്ദ് കെജ്രിവാളുണ്ട്. ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ, മറ്റൊന്ന് BJPയുടെ അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ സ്വന്തം മഹത്വം പറഞ്ഞ് പുകഴ്ത്തി വീഡിയോകൾ ഉണ്ടാക്കുന്നു, മീംസ് ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. BJPയും ഇതേ അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ അസൈൽ ചെയ്യാന്ന് പറയും, വെട്ടിക്കണ്ടിക്കുന്നത് അവരും കെജ്രിവാളിനെ. അവർ കെജ്രിവാളിനെ ഒരു മണ്ടനും പൊട്ടനും വഞ്ചകനും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ച് അവരും ഒരുപാട് വീഡിയോ ഒക്കെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ BJPയുടെ കേജ്രിവാൾ ഒരു വശത്ത്, ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാൾ വേറൊരു വശത്ത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കേജ്രിവാളിന് ഒരു ശത്രുവില്ല. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഡൽഹിയിൽ BJPക്കില്ല, അത് വലിയൊരു കുറവാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാനത് അവിടെ വിട്ടില്ല. ഞാൻ ഡൽഹിയിലെ എൻ്റെ പല സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു നോക്കി. എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഒന്ന് ഡൽഹിയിൽ പോയി ചുറ്റിയടിച്ചൊക്കെ വരേണ്ടതാണ്. ഇപ്പോൾ പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചു. ഫോണിൽ ഞാൻ ഫീഡ്ബാക്കൊക്കെ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അരവിന്ദ് കെജ്രിവാളിന് ആക്രമിക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കൊടുക്കുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ അവർ പറഞ്ഞു. പിന്നെ ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ ശരിയാണ് കേട്ടോ. അരവിന്ദ് കെജ്രിവാളിനൊരു മുഖ്യ ശത്രു ആവശ്യമാണ്. അതല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പരങ്ങും. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 2015 ഒരു BJP സ്ഥാനാർത്ഥിയെ ആം ആദ്മി പാർട്ടി, ഇയാളാണ് BJPയുടെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചു. ഒന്നും സംഭവിച്ചില്ല, ചീറ്റിപ്പോയി. 2020 ഇതേ ടെക്നിക്ക് പ്രയോഗിച്ചു. അന്നും അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടാർഗറ്റ് കിട്ടിയില്ല. ബട്ട് 2 തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടെ അരവിന്ദ് കെജ്രിവാൾ വന്നു കേട്ടോ. 2015 70-ൽ 67 സീറ്റും അരവിന്ദ് കെജ്രിവാളിനായിരുന്നു. 2020 5 സീറ്റ് കുറഞ്ഞ് 62 സീറ്റായി. അപ്പോഴും അത് മൃഗീയ ഭൂരിപക്ഷമാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അരവിന്ദ് കെജ്രിവാൾ അഴിമതി ആരോപണങ്ങൾ നേരിട്ടിരുന്നില്ല. അങ്ങേരുടെ പാർട്ടിക്കകത്ത് അന്തഛിദ്രമോ പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2020 വന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രത്യേക കെജ്രിവാളായിരുന്നു. കാരണം അതിനുശേഷം അദ്ദേഹം അറിയപ്പെടുന്നത് മുഴുവൻ ഈ പറഞ്ഞ അഴിമതിയുടെ പേരിലാണ് കൂടുതൽ. അതിൽ പ്രധാനപ്പെട്ടത് ഈ മദ്യനയ അഴിമതി കേസാണ്. അതല്ലാതെ വേറെ ഒരുപാട് ഇലക്ട്രിസിറ്റിയിലെ അഴിമതി, പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ വീട് റീഫർബിഷ് ചെയ്തത് വലിയ കൊട്ടാരം പോലെയാക്കി എന്നൊക്കെ പറഞ്ഞ് ആരോപണം വന്നു. അപ്പോൾ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തൊന്നുമില്ല. അത് കൊട്ടാരമായിരുന്നു. മെല്ലെ അതിന് പേര് ശീഷ് മഹൽ എന്ന് നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. കണ്ണാടി കൊട്ടാരം എന്ന അർത്ഥത്തിൽ ശീഷ് മഹൽ. അരവിന്ദ് കെജ്രിവാൾ കുലുങ്ങിയില്ല, പോടാ പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സ്വർണം കൊണ്ടോ സ്വർണം പോലെയുള്ള വേറെ ഏതോ വസ്തു കൊണ്ടോ ഒക്കെ നിർമ്മിച്ച ടോയ്ലറ്റുണ്ട്, ഇലക്ട്രോണിക് ടോയ്ലറ്റുണ്ട്, പിന്നെ 40 ലക്ഷം രൂപയുടെ TV സംവിധാനം, തിയേറ്റർ, ഇതൊക്കെയുണ്ട്. അങ്ങനെ പിന്നെ വളരെ വില കൂടിയ 1-2 ലക്ഷം രൂപയൊക്കെ വിലയുള്ള കർട്ടൻ, പിന്നെ കാർപ്പറ്റ്,
താഴെ വിരിക്കുന്ന കാർപ്പറ്റ് കാശ്മീരി സിൽക്കിൻ്റെ കാർപ്പറ്റ്. അപ്പോൾ ഇതൊക്കെ വിരിച്ചു എന്നൊക്കെ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ കുരുങ്ങിയില്ല പോടാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ മദ്യനയ കേസിലാണ് ഇദ്ദേഹം ED അറസ്റ്റ് ചെയ്തു, പിന്നാലെ CBI അറസ്റ്റ് ചെയ്തു. ഒടുവിൽ ഞാൻ ജയിലിൽ കിടന്ന് ഭരിക്കും എന്നൊക്കെ പറഞ്ഞു. ജയിലിൽ കിടന്ന് ഭരിക്കാൻ സുപ്രീം കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു, താൻ പുറത്തിറങ്ങിയാൽ മതി, ഭരണം വേണ്ട, ജയിലിൽ കിടക്കണ്ട, പുറത്തിറങ്ങും. വിചിത്രമായ ഒരു ജാമ്യ ഉത്തരവാണത്. നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. കേജ്രിവാൾ ജാമ്യം ചോദിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ജാമ്യം തരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിങ്ങൾ പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ പോയിട്ടൊരു കാര്യമില്ല, ഞാൻ ജയിലിൽ കിടന്നോളാം. പറ്റില്ല. സുപ്രീം കോടതി ബലം പ്രയോഗിച്ച് ജാമ്യം കൊടുത്തു. എന്നാൽ ജാമ്യം എങ്കിൽ ജാമ്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കണ്ടീഷൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കേജ്രിവാൾ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ പോകാൻ പാടില്ല, ചീഫ് മിനിസ്റ്ററായിട്ട് ഒപ്പിടാൻ പാടില്ല, ക്യാബിനറ്റ് വിളിച്ചു കൂട്ടാൻ പാടില്ല, ക്യാബിനറ്റ് ആരെങ്കിലും വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കാനും പാടില്ല, ചീഫ് മിനിസ്റ്ററായിട്ട് വേണമെങ്കിൽ തുടരാം. അങ്ങനെ കേജ്രിവാൾ അനാഥനായി. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മുൾക്കിരീടം? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കടലാസ് പോലും ഒപ്പിടാൻ പറ്റാത്ത മുഖ്യമന്ത്രി എന്നുള്ള പേര് മാത്രമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ ത്യാഗിയാവാൻ തീരുമാനിച്ചു. പുള്ളി മുഖ്യമന്ത്രി പദം രാജിവെച്ചു. അതുവരെ അട്ടയെപ്പോലെ പിടിച്ചു കിടന്ന ആളാണ്. ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മറുകണ്ഠം ചാടിയിട്ട് പുള്ളി രാജിവെച്ചു. എന്നിട്ട് അതിഷി മർലേന, അതിഷി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, ഞാൻ നിങ്ങളോട് ഓർക്കണമല്ലോ. മർലേന എന്ന് പറഞ്ഞിട്ടൊരു സർനെയിം ഇല്ല. അവരുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാൾ ഉണ്ടാക്കിയെടുത്തതാണ്. മാർക്സിനെയും ലെനിനെയും ചേർത്തിട്ട് മർലേന, ഇതാണ് കക്ഷി. അപ്പോൾ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കി അയച്ചു. ടെമ്പററി മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലഫ്റ്റനൻറ്റ് ഗവർണർ, ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ പത്രക്കാരോട് പറഞ്ഞു, ഇതെന്താ ടെമ്പററി മുഖ്യമന്ത്രി, എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് ഒരു പെർമനൻ്റ് മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് വരുമോ മറ്റേതെങ്കിലും വരുമോ അങ്ങേര് രാജിവെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാര്യം. താൽക്കാലിക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടൊരു സത്യപ്രതിജ്ഞയില്ല. അതുകൊണ്ട് കേജ്രിവാൾ എന്ത് പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോടെ കേജ്രിവാളിന് അടി കിട്ടിയ പോലെ. ശരിയല്ലേ? താൽക്കാലിക മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇടപാടില്ലെന്ന്. ഇയാൾ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയാണെങ്കിൽ അത് പെർമനൻ്റ് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാം. ആ മുഖ്യമന്ത്രി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തുപോയെന്ന് വരാം. അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നിട്ട് പുള്ളി പോയി എന്ന് വരാം. അതല്ലാതെ ഞാൻ താൽക്കാലിക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ആകെ കൂടെ അപലക്ഷണങ്ങൾ തുടങ്ങി കേജ്രിവാളിൻ്റെ. കേജ്രിവാൾ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുത്തു, പ്രത്യേകിച്ച് ജുഗ്ഗി ഝോപ്പടി കുടിലുകൾ താമസിക്കുന്നവർക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ. ഇപ്പോൾ BJPയിൽ കേജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് പർവേഷ് വർമ്മ, നമ്മളെ പഴയ സാഹിബ് സിംഗ് വർമ്മ. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്ര തൊഴിൽ മന്ത്രിയൊക്കെ ആയിരുന്നു, വലിയ ജനസ്വാധീനമൊക്കെയുള്ള മനുഷ്യൻ. ഡൽഹി പൊളിറ്റിക്സ് BJPക്ക് വലിയൊരു ആൽബട്രോസ് എന്ന് പറയുക, കഴുത്തിലെ വലിയൊരു കല്ലായിട്ട് മാറാൻ ഒരു കാരണവും അദ്ദേഹം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹവും മദൻലാൽ ഖുറാനയും തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണ് ഡൽഹി BJPയിൽ അടിസ്ഥാനപരമായിട്ട് BJPയുടെ ഗ്രിപ്പ്, ജനപിന്തുണ നഷ്ടപ്പെടുന്നതിൻ്റെ ഉദാഹരണം അവിടെയാണ്. അതിൽ സാഹിബ് സിംഗ് വർമ്മയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നും പറയാം, മദൻലാൽ ഖുറാനയുടെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് പറയുന്നവരുണ്ട്. എന്തും ആയിക്കോട്ടെ, രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു, ആ പ്രശ്നവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഏതായാലും ആ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന ആൾ. ഈ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കാര്യം വന്നപ്പോൾ പർവേഷ് വർമ്മ പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബില്ല് ഫ്രീ ആയിട്ട് സർക്കാരിലേക്ക് കാശേ കൊടുക്കണ്ട എന്ന രീതിയിൽ ഉള്ള ആളുകൾ BJPക്ക് വോട്ട് ചെയ്യേണ്ട, അവരെല്ലാം കേജ്രിവാളിന് വോട്ട് ചെയ്യട്ടെ, ബാക്കിയുള്ളവർ BJPക്ക് വോട്ട് ചെയ്താൽ മതി. കേജ്രിവാൾ കുടുങ്ങി. ഇങ്ങനൊരു പാര വരുമെന്ന് കേജ്രിവാൾ വിചാരിച്ചില്ല. കാരണം ഇലക്ട്രിസിറ്റി ഫ്രീ എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്, അങ്ങനെ കൊടുത്തിട്ടില്ല.
ഇലക്ട്രിസിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിന് ബില്ലും കൊടുത്തിട്ടുണ്ട്, കാശും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അനധികൃതമായിട്ട് ഇലക്ട്രിസിറ്റി എടുക്കുന്നവരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇല്ല, 2 വയറിട്ട് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ചോങ്കി എടുക്കാം നമുക്ക്. മീറ്ററും ഇല്ല, ഒന്നുമില്ല. അവൻ ഇലക്ട്രിസിറ്റി ബോർഡുകാർ പിടിച്ചാൽ പിടിക്കും, ഇല്ലെങ്കിൽ പിടിച്ചില്ല. അതങ്ങനെ വെറുതെ തല്ലി നേടുന്നവരുണ്ട്. ഈ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അടി കിട്ടും. അതുകൊണ്ട് ബോംബെയിലെ ചില ചേരികളിലൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, എന്നിട്ട് വേണ്ട ബില്ല് കൊടുക്കാൻ. ഫ്യൂസ് ഊരാനും പറ്റില്ല, ഫ്യൂസ് ഊരാൻ ചെന്ന് കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഈ ഫ്രീ ഇലക്ട്രിസിറ്റിയുടെ പോയിൻ്റ് അങ്ങ് കളഞ്ഞു. ഇത് കൂടാതെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മത്സരിക്കുന്നത് ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അവിടെ നിന്ന് തിലക് നഗറിലും കൂടെ താമസിയാതെ നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്നറിയുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ഫൈനൽ ഡേറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് തിലക് നഗറിലും കൂടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ആദ്യമായിട്ടാണ് കേജ്രിവാൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നത്. ന്യൂഡൽഹിയിൽ തോറ്റുപോകുമെന്നുള്ള പേടിയുണ്ട്. അപ്പം കേജ്രിവാൾ, 2ാം കേജ്രിവാളുണ്ടല്ലോ, മനീഷ് സിസോദിയ അദ്ദേഹം പർപ്പഡ്ഗഞ്ചിലാണ് സാധാരണ മത്സരിക്കാറുള്ളത്. ഇത്തവണയും അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ആ തീരുമാനം മാറ്റിയിട്ട് ജംഗ്പുരയിൽ മത്സരിക്കാൻ പോകുന്നു. ഇതിനൊക്കെ കാര്യമുണ്ട്, കാരണം പഴയ പോലെ ഒന്നും നടക്കില്ല കാര്യങ്ങൾ എന്നുള്ള സ്ഥിതി ഡൽഹിയിൽ വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ഇതിനിടയ്ക്ക് കേജ്രിവാളിനെ ദേശദ്രോഹി എന്ന് വിളിച്ചത് അജയ് മാക്കനാണ്. എല്ലാവരും കൂടെ ചൂടായി. ഇതാണ് കേജ്രിവാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യ മുന്നണിയിൽ പറഞ്ഞിട്ട് കോൺഗ്രസിനെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കും. ശരി, അത് പറഞ്ഞു, അതവിടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ കുറേ പണിപ്പെട്ടു, ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു സംസാരിച്ചു. അതേ തുടർന്നായിരിക്കണം മമതാ ബാനർജി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അവർക്ക് ഒരു വോട്ട് പോലും ഡൽഹിയിൽ ഇല്ല കേട്ടോ, പക്ഷേ അവർ പിന്തുണ പ്രഖ്യാപിച്ചു. നമ്മളുടെ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ്, അയാൾ പിന്തുണ പ്രഖ്യാപിച്ചു. അയാൾ വന്ന് 1-2 സ്ഥലത്ത് പ്രസംഗിക്കുകയും ചെയ്തു ഡൽഹിയിൽ. കോൺഗ്രസിനെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, കോൺഗ്രസും തിരിഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല. കോൺഗ്രസ് ലൈയിങ് ലോ. ഇതിനിടയ്ക്ക് ഓഫ് എവരിബഡി ഉദ്ധവ് ഠാക്കറെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഉദ്ധവ് ഠാക്കറേക്ക് എത്ര ലക്ഷം വോട്ടാണെന്നറിയാമോ ഡൽഹിയിൽ, പക്ഷേ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ പിന്തുണയ്ക്ക് ഇവർ പ്രഖ്യാപിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് ഇവർക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. ഒരു മുഴുവൻ നീട്ടിയെറിയുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ അവസ്ഥ പരമദയനീയമാണ്. കോൺഗ്രസ് കേജ്രിവാളിനെ ദേശദ്രോഹി എന്നൊക്കെ വിളിച്ചു, അയാൾ തിരിച്ചും പറഞ്ഞ് അത് കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസ്സിന് ഒരു ജീവനില്ല. കോൺഗ്രസിൻ്റെ പ്രചാരണം കാര്യമായിട്ട് നടക്കുന്നില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ആരും രംഗത്തിറങ്ങിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇറങ്ങും എന്ന് പറയുന്നു, ഇറങ്ങരുതെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് വളരെ ആഞ്ഞ് പ്രവർത്തിച്ചു നോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കട്ട് ചെയ്യുന്ന വോട്ടാരുടെ ആയിരിക്കും? ആം ആദ്മി പാർട്ടിയുടെ ആയിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ BJP ജയിച്ചു പോകും. അതുകൊണ്ട് കോൺഗ്രസ് ഒന്ന് മെല്ലെ പോയാൽ മതി. ഇങ്ങനെയാണ് കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. മറ്റേ പക്ഷം പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്, നമ്മളുടെ വേര് മാന്തിക്കൊണ്ട് പോവുകയാണ് ആം ആദ്മി പാർട്ടി. ഗുജറാത്തിൽ സംഭവിച്ചു നോക്കൂ. ഗുജറാത്തിൽ ഇതുപോലെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് പതുക്കെ പോപ്പാ, ഗുജറാത്തിൽ നിങ്ങൾക്ക് വലുതായിട്ടൊന്നുമില്ലല്ലോ. ആം ആദ്മി പാർട്ടിയെ സമ്മതിച്ചില്ല. അവർ ഫൈറ്റ് ചെയ്ത് 12% വോട്ടും കിട്ടി അവർക്ക് ഗുജറാത്തിൽ. പഞ്ചാബിൽ നോക്ക്, പഞ്ചാബിൽ കോൺഗ്രസ് ഇതുപോലെ വിട്ടുകൊടുത്തു, താന്നു കൊടുത്തു. കോൺഗ്രസ് ശുദ്ധശൂന്യമായി ആം ആദ്മി പാർട്ടി ഭരണത്തിലെത്തി പഞ്ചാബിൽ. അപ്പോൾ കുറേ കോൺഗ്രസ്സുകാർ പറയുന്നു മണ്ടത്തരമാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് വിട്ടുകൊടുക്കുന്നത്. വിട്ടുകൊടുത്താൽ ഇനി ഒരു തവണ BJP ജയിച്ചാൽ തന്നെ അടുത്ത തവണയെങ്കിലും ജയിക്കാൻ നമുക്ക് സംഘടന ബാക്കിയുണ്ടാകും. അതല്ല വിട്ടുകൊടുത്താൽ, കീഴടങ്ങി കൊടുത്താൽ പിന്നെ ഈ ജന്മം ഡൽഹി നോക്കണ്ട. ഡൽഹി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഗുജറാത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി,
പഞ്ചാബ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഹരിയാന നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ജമ്മു കാശ്മീരിലൊന്നുമില്ല. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഒമർ അബ്ദുള്ള ഇന്നലെയാണ് ടി വിക്കാരോട് ചോദിക്കുന്നു, ഇന്ത്യ മുന്നണി ഉണ്ടോ എന്ന് നിങ്ങൾ പറ, അതിൻ്റെ നേതാമാരാ, അതിൻ്റെ ഒരു ബൈഠക്ക് വിളിച്ചിട്ട് എത്ര കാലമായി? സത്യമല്ലേ? ആ പറയുന്നത് ഒമർ അബ്ദുള്ളയാണെന്ന് വിചാരിച്ചിട്ട് സത്യമല്ലാതാകുന്നില്ല. പുള്ളി പറഞ്ഞു ഈ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഒരിക്കലും ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, നേതാവ് ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല. സ്വയം നിർമ്മിത നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ, വേറെ ആരും അംഗീകരിക്കുന്നില്ല അങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു യോഗം വിളിച്ചിട്ട് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണെന്ന് തീരുമാനം വേണ്ടേ? അങ്ങനെ ഒരു തീരുമാനം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്തൊരു അലമ്പാണെന്ന് ആലോചിച്ച് നോക്കും. ഓരോരുത്തർ അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. കോൺഗ്രസ് ആണെങ്കിൽ ധർമ്മസങ്കടത്തിലും, ബലം പിടിച്ചാൽ BJP ജയിക്കും, ബലം പിടിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഭസ്മമായി പോകും. അതുകൊണ്ടാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരു തവണ BJP ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്ന്, അടുത്ത തവണയെങ്കിലും നമുക്ക് പിടിക്കാം. ഷീലാ ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ 3 ടേം ഭരിച്ചവരാണ് കോൺഗ്രസ്സുകാർ. നിസ്സാരക്കാരല്ല ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇവർ കേൾക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാക്കൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ജയറാം രമേശിനൊക്കെ അറിയാമല്ലോ, 95% കമ്മ്യൂണിസ്റ്റാണ് ഇയാളൊക്കെ. ലെഫ്റ്റ് ലിബറൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ് കോൺഗ്രസ്സിൽ മുഴുവൻ കോൺഗ്രസ്സിനെ നയിക്കുന്നതെല്ലാം. KC വേണുഗോപാൽ ആ ഷർട്ട് അഴിച്ച് നിങ്ങളൊന്ന് നോക്കി, ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. VD സതീശൻ ഷർട്ട് അഴിക്കാതെ നമുക്കറിയാം ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വിരോധിയുമാണ്. കോൺഗ്രസ്സിൽ നിറയെ കമ്മ്യൂണിസ്റ്റുകാരാണിപ്പോൾ. എണ്ണിയെടുക്കാൻ കോൺഗ്രസ്സിലെ കോൺഗ്രസ്സുകാരെ കേരളത്തിൽ എണ്ണിക്കോ? ഒരു ബെന്നി ബെഹനാൻ, ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു KC ജോസഫ്, ഏകദേശം പ്രായമായ എല്ലാവർക്കും. ബാക്കിയെല്ലാം യുവതലമുറ, എത്ര യുവാവാണെന്ന് എനിക്കറിയില്ല. VT ബൽറാം നമ്പർ 1 കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. പിന്നെ ഹൈബി ഈഡ് കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണോ BJP ആണോ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പാവം. ഇങ്ങനെയുള്ള കക്ഷികളാണ് കോൺഗ്രസ്സിൽ നിറച്ച്. തലയ്ക്ക് വെളിവുള്ള ആരുമില്ലാതെ പോയി. ഒരു പ്രണബ് മുഖർജിയുടെ കുറവ് കോൺഗ്രസ്സിന് അനുഭവപ്പെടുന്നു. അതാണ് യാഥാർത്ഥ്യം. പ്രണബ് മുഖർജി ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ട് പ്രണബ് മുഖർജി എങ്ങനെ പാർട്ടി കൊണ്ടുപോയാൽ എവിടെ എങ്ങനെ മുസ്ലിം വോട്ട് വേണോ, അത് ഹിന്ദു വോട്ട് വേണോ, അത് ഇതൊക്കെ ചെയ്യാൻ പ്രണബ് മുഖർജി, നരസിംഹറാവു, അഹമ്മദ് പട്ടേൽ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരാതെ പിന്നിൽ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് അഹമ്മദ് പട്ടേൽ. ഈ അഹമ്മദ് പട്ടേലിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഏക്കും വാക്കുമില്ലാത്ത KC വേണുഗോപാൽ ഇരിക്കുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു ഗതികേട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി ജയം ഉണ്ടാകും എന്ന് BJP കരുതുന്നു. BJPക്ക് 38% വോട്ടാണ് ഡൽഹിയിലുള്ളത്. 38-ൽ തന്നെ നിൽക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പിലും കൂടുന്നുമില്ല കുറയുന്നുമില്ല. അതിൽ നിന്ന് ഒരു 8% വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്തവണ അത് ചെയ്യാം എന്നവർ വിചാരിക്കുന്നു. ഒരു 46-ൽ എത്തണം. 38 46-ൽ എത്തിക്കഴിഞ്ഞാൽ ഭരണം കയ്യിൽ കിട്ടും എന്നാണ് അവരുടെ പ്രതീക്ഷ. അവർ അമിത പ്രതീക്ഷയൊന്നും ജനങ്ങൾക്ക് കൊടുത്തിട്ടുമില്ല. 2100 രൂപ പെൻഷനോ അങ്ങനെ തോന്നുന്നു. ഈ കേജ്രിവാളാണെങ്കിൽ അഴിമതിയിൽ മുങ്ങി. ഇതിൻ്റെ CAG റിപ്പോർട്ട് വന്നല്ലോ. ഇപ്പോൾ ശീഷ് മഹൽ എന്ന ബിൽഡിംഗ് അത് റീഫർബിഷ് ചെയ്യാൻ 8 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. CAG പറയുന്നു 30 കോടി രൂപ ഇങ്ങനെ അവിടെ ചിലവാക്കിയിരുന്നു. CAGയുടെ റിപ്പോർട്ടാണ്. 45 കോടി എന്നാണ് BJPക്കാരും മറ്റ് പുള്ളിയുടെ ശത്രുക്കളും ഒക്കെ പറയുന്നത്. ഏതായാലും CAG 30 കോടി എന്ന് എഴുതി. മദ്യനയ അഴിമതി കേസിൽ പുതിയ മദ്യനയം വഴി സർക്കാരിന് വന്ന നഷ്ടം 2026 കോടി. ആ CAG റിപ്പോർട്ട് ഇന്നലെയാണ് പുറത്തിറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAG റിപ്പോർട്ട് ആദ്യം വയ്ക്കേണ്ടത് നിയമസഭയിലാണ്. നിയമസഭ കൂടാൻ ആം ആദ്മി പാർട്ടി തയ്യാറല്ല. അവർ നിയമസഭ കൂടിയാലല്ലേ ഇത് മേശപ്പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ CAG റിപ്പോർട്ട് ലീക്കായി എന്ന് പറയണം. ലീക്കായതാണെങ്കിലും എന്താണെങ്കിലും CAG റിപ്പോർട്ടാണല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് 2026 കോടി. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. 2020 വരെയുള്ള കേജ്രിവാളല്ല. 2020 മുതൽ 25 വരെ കേജ്രിവാൾ നശിപ്പിച്ചു കളഞ്ഞ ഗുഡ്വിൽ അതിഭയാനകമാണ്.
ഇനി ഇതെല്ലാം കഴിഞ്ഞ് കേജ്രിവാൾ ആം ആദ്മി പാർട്ടി ജയിച്ചു എന്ന് വെച്ചോ, അപ്പോഴും കേജ്രിവാളിന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. സുപ്രീം കോടതി ഇടങ്കോലിട്ട് വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയത് വലിയ വിജയമാണ് എന്ന് കേജ്രിവാൾ പറയുന്നു. ഈ ജാമ്യം കിട്ടിയ ആൾക്കാരെല്ലാം ഹീറോ ആകാറുണ്ട്. ഇപ്പോൾ കേജ്രിവാൾ മാത്രമല്ല, PV അൻവറും ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം ജയിച്ചു. അതെങ്ങനെ ജാമ്യം കിട്ടിയാണോ സത്യം ജയിക്കുന്നത്? സത്യം ആത്യന്തികമായിട്ട് ജയിക്കണ്ടേ? ഏതായാലും അങ്ങനെ അവകാശപ്പെടും. അതുപോലെ കേജ്രിവാളും സത്യം ജയിച്ചു, സത്യമേവ ജയതേ എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചു. സുപ്രീം കോടതിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല. ആവാൻ വേണമെങ്കിൽ കേട്ടോ, പേരിന് വേണമെങ്കിൽ മുഖ്യമന്ത്രി കേജ്രിവാൾ എന്ന് പറയാം. വേറെ ആളെ വെച്ചിട്ട് കാര്യം നടത്തും. കാരണം ഒപ്പിടാൻ പറ്റില്ല, ക്യാബിനറ്റ് മീറ്റിംഗ് വിളിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പിന്നെ എന്തിനാ ഈ മുഖ്യമന്ത്രി പദം? ഇതാണ് പറ്റിയത്. ശീഷ് മഹൽ അരവിന്ദ് കേജ്രിവാൾ വെക്കേറ്റ് ചെയ്തു. അത് സെൻട്രൽ PWD എടുത്തിട്ട് അരവിന്ദ് കേജ്രിവാൾ തന്നെ ഇത് അതിഷി മർലേനെ, ഇപ്പോൾ അതിഷി മർലേനെ അല്ല കേട്ടോ, അതിഷി സിംഗ് എന്നാക്കിയ ഒരു പേര്. അത് പറയണം, മാർക്സിസം ലെനിനിസം ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് സർനെയിം എങ്ങനെ മാറ്റാൻ പറ്റും? ഇപ്പം മാറ്റി, അതിഷി സിംഗ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെ വിളിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ മർലേനെ വെച്ചിട്ട് വലിയ ഈ കേരളത്തിൽ ഞാൻ പോലും മർലേനെ വെച്ച് കളിയാക്കുന്നുണ്ടെങ്കിൽ ഡൽഹിയിലെ കാര്യം ആലോചിച്ച് നോക്കിയത്. മാർക്സിസം ലെനിനിസവും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പിന്നെയും കുറേ കമ്മ്യൂണിസ്റ്റുകാരുള്ളതുകൊണ്ട് മാർക്സ് ലെനിൻ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാകും. ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്സിസം എന്ന് പറഞ്ഞാൽ പത്തൽ വെട്ടി അടിക്കില്ലേ? പൂക്കൃത് തെരുവാക്കാണ് അവിടെ മാർക്സ് ലെനിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പെണ്ണുമ്പിളയ്ക്ക് ഈ ബംഗ്ലാവ് കൊടുത്തു. അപ്പോൾ സെൻട്രൽ PWD പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ബംഗ്ലാവ് കൈമാറാനൊന്നും പറ്റില്ല, നിങ്ങൾ രാജിവെച്ചു, നിങ്ങൾ ബംഗ്ലാവ് ഉപേക്ഷിക്കുന്നു, CPWDക്ക് സറണ്ടർ ചെയ്യുക, ഞങ്ങൾ അലോട്ട് ചെയ്യും. സറണ്ടർ ചെയ്തു. അതിഷി മർലേനയ്ക്ക് അലോട്ട് ചെയ്തു. അതിഷി ഇത് എനിക്ക് ആ ബിൽഡിംഗ് വേണ്ട, കേജ്രിവാൾ ഇരുന്ന കസേരയിൽ കട്ടിൽ ഞാൻ കിടന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പുണ്യാത്മാവ് കളിച്ചു. 5 മാസം ഇവർ കാത്തിരുന്നു സെൻട്രൽ PWD. അതുവരെ ഒക്കുപ്പൈ അവരുടെ നിയമം അനുസരിച്ച് 3 മാസത്തിനുള്ളിലോ 2 ആഴ്ചയ്ക്കുള്ളിലോ അങ്ങനെ എന്തോ ബിൽഡിംഗ് കൊടുത്താൽ കയറി അവിടെ താമസിച്ചോളണം. അല്ലെങ്കിൽ ഡൽഹിയാണ്, വേറെ ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ ഡൽഹിയിൽ ബംഗ്ലാവിന്. അവരെന്ത് ചെയ്തു? അലോട്ട്മെൻറ്റും ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണത്. അതാണ് അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യബോധമില്ലാത്ത ഒരു സംഘമായിട്ട് ആം ആദ്മി പാർട്ടി മാറി. ഇതിനിടയിൽ BJPക്ക് ഈ പറഞ്ഞ പോലെ ഒരു 46% വോട്ട് അവരുടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ they are lucky. I wish them all luck. Thank you.